അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ ഉണ്ടാക്കിയ തീയിൽ നിന്ന് ആ തീയിലേക്ക് അന്നത്തെ ആലിമും പണ്ഡിതനുമായിരുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി മഹാനവറുകളെ തീയിലേക്ക് എറിഞ്ഞപ്പോ മഹാനവറുകൾ ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ എഴുന്നേറ്റു വന്ന ചരിത്രം നമുക്കറിയില്ലേ. നേരെ വന്നത് യമനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവരൊക്കെ അത്ഭുതപ്പെട്ടു. ഇബ്രാഹിം നബിക്ക് സംഭവിച്ച പോലെ സംഭവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇതും വെറും കഥകൾ മാത്രമല്ല, അള്ളാഹു കണ്ണിന്റെ മുമ്പിൽ ഈ ഉമ്മത്തിന് കാണിച്ചു കൊടുത്ത മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി മിൻ കിബാരി താബിഈൻ. താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. താബിഈങ്ങളിൽ ഒരുപാട് മുൻനിരക്കാരായ വിഐപികളുണ്ട്. ആ ലെവലിൽ വരുന്ന സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങളുടെയൊക്കെ കാറ്റഗറിയിൽ വരുന്ന മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ. മഹാനവർ സ്വഹാബിയല്ല, തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ തങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തങ്ങളുടെ സദസ്സിൽ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് സ്വഹാബിയായില്ല. അവര് സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ചിരിപ്പുള്ള ആളാണ്. യമനിയായിരുന്നു. നേരെ യമനിൽ നിന്ന് പോന്നത് നടന്ന് മക്കയും കടന്ന് മദീനയിലേക്ക് വന്നു. ഹബീബിന്റെ അടുത്തേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, ഏതൊരു റസൂലിന്റെ തൗഹീദ് വിശ്വസിച്ചതിന്റെ പേരിലാണോ, ഏതൊരു റസൂൽ കൊണ്ടുവന്ന ദീൻ ഖൽബിലേക്ക് എടുത്തതിന്റെ പേരിലാണോ, ഏതൊരു റസൂലാണോ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, സങ്കടപ്പെടരുത്, അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്ത റസൂലാരോ, ആ റസൂലിന്റെ ചാരത്തേക്ക് ഓടി വന്നു. യമനിൽ നിന്ന് തീയിന്ന് രക്ഷപ്പെട്ടു. ആളുകളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു പോയി. പടച്ചവനെ, ഇങ്ങനെയുമുണ്ടോ മനുഷ്യൻ? തീയിൽ വീണിട്ട് ഒരു കുഴപ്പവുമില്ലാതെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അന്നത്തെ കള്ളപ്രവാചകൻ മഹാനായ പണ്ഡിതൻ അബൂ മുസ്ലിമുൽ ഖൗലാനിയെ ശിക്ഷിച്ചതായിരുന്നു. പക്ഷേ ഒരു രോമം പോലും കരിഞ്ഞു പോയില്ല. ആ സന്തോഷം പങ്കുവെക്കാൻ ഓടി വന്നത് എവിടേക്കാണ്? വമാലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി. നബിയേ, അങ്ങയുടെ അരികത്തേക്കല്ലേ ഓടി വരാനുള്ളത്, അങ്ങയോടല്ലേ പരാതികൾ ബോധിപ്പിക്കാനുള്ളത്, ശിക്വയും ശിക്കായത്തും അങ്ങയോടല്ലേ പറയാനുള്ളത്. ഹബീബെന്ന് ജീവിച്ചിരിപ്പില്ല. ഹബീബിന്റെ റൗദയിലേക്ക് ലക്ഷ്യമാക്കി വന്നു മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു വറഹ്മത്തുള്ളാഹി അലൈഹി. ഫസല്ലാ ഇലാ സാരിയത്തിൻ മിൻ സവാരി മസ്ജിദ് റസൂലില്ലാഹി. ഹബീബാ നബി തങ്ങളുടെ റൗദയുടെ പിറകിൽ പള്ളിയുടെ ഒരു തൂണിലേക്ക് ഖിബലയിലേക്ക് തിരിഞ്ഞു ഒരു തൂണ് മറയായി നിന്ന് മഹാനവറുകൾ 2 റക്അത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനെത്തിയപ്പോഴേക്കും പാതിരാവായിട്ടുണ്ട്. ആ രാത്രി നേരം മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ മദീനയിലെത്തിയത് ആരും അറിഞ്ഞില്ല. സുബ്ഹി നിസ്കാരത്തിന്റെ സമയം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും മസ്ജിദുൻ നബവിയിലേക്ക് വരുമ്പോൾ, അത് ഉമർ സിദ്ദീഖ് തങ്ങൾ ഭരിക്കുന്ന കാലമാണ്. നബി തങ്ങൾ വഫാത്തായ ഉടനെയുള്ള വർഷമാണത്. മഹാനായ സിദ്ദീഖ് എന്നവരെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളാണോ അബൂ മുസ്ലിമുൽ ഖൗലാനി? അതെ അതെ അതെ. സമിഅനാ അന്നക, ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ കേട്ടു, നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെതുപോലെ ഒരനുഭവം ഉണ്ടായപ്പോൾ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, അബൂ മുസ്ലിമുൽ ഖൗലാനി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ, നിങ്ങളെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ തോളിലേക്ക് ചെരിച്ചു കടത്തിയിട്ട് കൈകൊണ്ടിങ്ങനെ മഹാനവറുകളെ അണച്ചുകൂട്ടി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ മൻ ഫഅല ബിഹി മാ ഫഅല ബി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ ഒരാൾക്ക് സംഭവിക്കുകയും അതൊക്കെ ഞങ്ങൾക്കറിയാനും കാണാനും അവസരമുണ്ടാക്കി തരികയും ചെയ്ത അല്ലാഹുവേ, നിനക്കാണ് സ്തുതി റബ്ബേ, നിനക്കാണ് ഹംദ്, നീ എത്ര മഹോന്നതനാണ്. ഇത് സംഭവിക്കും. ഈമാനിന്റെ പവർ അങ്ങനെയാണ്, ചെറിയ സംഗതിയല്ല. നമ്മൾ നിസ്കരിക്കേണ്ട, നോമ്പ് എടുക്കുന്നുണ്ട്, സുന്നത്തെടുക്കുന്നുണ്ട്, ദിക്റൊക്കെ ചൊല്ലുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പവർ വരാനുണ്ട്, അതിൻ്റെ ഒരു ശക്തി വരാനുണ്ട് ഹൃദയത്തിനുള്ളിൽ. അതെങ്ങാനും
ഇദാ ബാശറൽ ഈമാനു ഖൽബൽ അബ്ദി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രഭയങ്ങ് കയറി കഴിഞ്ഞാൽ അല്ലാഹു ആ മനുഷ്യനിൽ നിന്ന് അറല്ലാഹു ഫീഹി അജീബ്, അല്ലാഹു ആ മനുഷ്യനിൽ അത്ഭുതങ്ങൾ കാണിച്ചു തരുമെന്ന് മഹാന്മാർ പറയാൻ കാരണം അതാണ്. അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്നതാണ്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, ഹബീബായ നബി തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് സിദ്ദീഖ് എന്നവർ ആ ഗുഹയിൽ കഴിയുന്നത്. ഒരു പാമ്പ് കൊത്തിയപ്പോ കാലെടുക്കാതെ അടക്കി പിടിച്ചവരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചരിത്രമറിയാമല്ലോ. കണ്ണിന്ന് കണ്ണുനീര് വന്നപ്പോഴേ എന്റെ ഹബീബിന്റെ കവിളത്തേക്ക് വീഴുന്ന ഒരിച്ചു വെള്ളം കണ്ണുനീർ തുള്ളി കൊണ്ട് ഹബീബ് ഉണരരുത്, ഹബീബ് തളർന്നു കിടക്കുകയാണ് എന്ന് പറഞ്ഞ് വേദന സഹിച്ചുകൊണ്ട് പിടിച്ച് നിന്ന് അവസാനം കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളി ഹബീബിന്റെ മുഖത്തേക്ക് വീണപ്പോഴല്ലേ ചോദിക്കുന്നത്, സിദ്ദീഖേ എന്തു പറ്റി? നബിയേ എന്റെ കാലെടുത്ത് നോക്കുമ്പോൾ വിഷം ബാധിച്ചിട്ടുണ്ട്. അവിടുത്തെ പരിശുദ്ധമായ ഉമിനീർ, ഹബീബിന്റെ ഉമിനീർ, അത് ശുദ്ധമാണ്, ത്വയ്യിബാണ്, ത്വാഹിറാണ്, നഖിയാണ്, ത്വയ്യിബാൻ, അത് സുഗന്ധമാണ്, അത് ദവാഉൻ, അത് മരുന്നാണ്, അത് ബറക്കത്തിന്റെ ശിഫാഇന്റെ ഉമിനീരാണ്. ഹബീബാ നബി തങ്ങൾ ഉമിനീര് കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ തടവി കൊടുത്തു. ഫശുഫിയ, അവിടെ വെച്ചത് മാറി. അങ്ങനെ ഒരു വിഷമേറ്റിട്ടുള്ള അടയാളം പോലും ഇല്ലാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരോഗ്യവാനായി എഴുന്നേറ്റ് നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അനുഭവങ്ങളെയാണ് സൂറത്തു തൗബയിൽ അന്ന് തബൂക്ക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലാഹു ഈ വിവരണങ്ങളൊക്കെ നൽകുന്നത്. ഫഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. ഹബീബായ നബിയെ, ആരുടെയൊക്കെ വാക്കുകളാണോ അങ്ങേക്ക് എതിരായി വന്നത്, ആരുടെയൊക്കെ ജൽപ്പനങ്ങളാണോ അങ്ങേ ഇല്ലായ്മ ചെയ്യാൻ അവരുണ്ടാക്കിയത്, ആരുടെയൊക്കെ പറച്ചിലുകളാണോ അങ്ങേക്ക് വേദനയുണ്ടാക്കിയത്, ആ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം അല്ലാഹു താഴേക്ക് തകർത്തു കളയുകയും അല്ലാഹുവിന്റെ വചനം ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന രീതിയിൽ അല്ലാഹു മാറ്റിയില്ലയോ. വല്ലാഹു അസീസുൻ ഹകീം. അല്ലാഹു ഇസ്സത്തുള്ളവനാണ്, അധികാരിയാണ്. അല്ലാഹു ഹിക്മത്തുള്ളവനാണ്. അല്ലാഹു ഹകീമാണ്. കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്ത സൈന്യം അല്ലാഹു ഇറക്കി തന്നു. ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. ആ കാലഘട്ടം മുഴുവനും മഹാനവറുകൾ ഹബീബിന്റെ കൂടെ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടന്നത് ഒരു പക്ഷേ 2 കൊല്ലമോ അതിൽ താഴെയോ കാലഘട്ടമാണ്. ബാക്കി മുഴുവനും രോഗശയ്യയിലാണ്. കിടന്ന കിടപ്പിൽ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ, ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാതെ ശരീരമാസകലം തളർന്നു പോയി കിടന്ന സ്വഹാബിയായിരുന്നു ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഇമ്രാൻ, നിങ്ങൾ എന്താണ് അല്ലാഹുവിനോട് ശിഫാ ചോദിക്കാത്തത്? എന്റെ രോഗം ശിഫയാക്കണേ എന്നെന്താണ് ചോദിക്കാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്നില്ല. അല്ലാഹു അങ്ങനെയല്ലേ ഇഷ്ടപ്പെട്ടത്, അങ്ങനെ നടക്കട്ടെ. ഒന്ന് ചോദിച്ചുകൂടെ? അല്ലാഹു നിങ്ങളുടെ ദുആഇന് ഉത്തരം നൽകും. നിങ്ങൾ ഹബീബിന്റെ സ്വഹാബിയല്ലേ. പിന്നെ ദുആയിരുന്നു, പഠിച്ചോനെ ശിഫയാക്കണേ. ശിഫയായി. മഹാനായ സ്വഹാബി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. പിന്നീട് ദുആരക്കുന്നു, അല്ലാഹുവേ എന്റെ അസുഖം എനിക്ക് തിരിച്ചു തരണേ. ഇതെന്ത് ദുആയാ? അങ്ങനെ മഹാൻ രോഗിയായി കിടന്നു. രോഗിയായി കിടന്നപ്പോ ആളുകൾ ചോദിച്ചു, അല്ലാഹു ശിഫയാക്കി തന്നിട്ട് അത് തിരിച്ചെടുക്കാൻ എന്തേ നിങ്ങൾ അല്ലാഹുവിനോട് പറയാൻ കാരണം? മഹാൻ പറഞ്ഞു, ഞാൻ രോഗിയായി കിടന്നപ്പോൾ
എൻ്റെ റൂമിലേക്ക്, എൻ്റെ അരികത്തേക്ക് എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഒന്ന് മാറി നിന്നാൽ എൻ്റെ കണ്ണുകളെ കൊണ്ട് ഞാൻ ചില ആളുകളെ കാണുന്നുണ്ടായിരുന്നു. അവരെൻ്റെ അരികത്ത് വന്ന് യാ ഇമ്രാൻ അസ്സലാമു അലൈക യാ ഇമ്രാൻ, ഇമ്രാനെ അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് എൻ്റെ കൈപിടിച്ച് വരിവരിയായി വരുന്ന അള്ളാഹുവിൻ്റെ മാലാഖമാർ, അള്ളാഹുവിൻ്റെ മലക്കുകൾ എൻ്റെ അരികത്തേക്ക് വന്ന് സലാം പറയുന്നുണ്ടായിരുന്നു. രോഗം മാറിയപ്പോ അവരാരും എൻ്റെ അടുത്ത് വരുന്നു പോലുമില്ല. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു, ആ മലക്കുകളുടെ മുസാഫഹത്തല്ലയോ ഞാൻ അനുഭവിക്കുന്ന ഒരു ചെറിയ വേദനയെക്കാളും നല്ലത്. അതുകൊണ്ട് അല്ലാഹുവേ എനിക്കത് തന്നേക്കണമേ എന്ന് പറഞ്ഞ് 30 വർഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണ കാലഘട്ടം, 30 വർഷം രോഗത്തിൽ കിടന്ന് മരിച്ച സ്വഹാബിയാണ് ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. എന്താ അപ്പം നമുക്കൊരു ചെറിയ അസുഖം വന്നാൽ നമുക്ക് താങ്ങാൻ കഴിയില്ലല്ലേ? നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, മക്കൾക്ക് നമുക്ക് താങ്ങാൻ കഴിയില്ല. അല്ലാഹുവേ അവർക്കൊക്കെ ശിഫ കൊടുക്കണേ പടച്ചവനെ. നമുക്ക് ശിഫാന് വേണ്ടി ദ്വാരക്കണം, ശിഫ തരാൻ വേണ്ടി ദ്വാരന്നാൽ മതി. അസുഖം തരണേ എന്ന് ദ്വാരക്കരുത് എന്നാണ്. കാരണം അള്ളാഹു അസുഖം തന്നാൽ നമുക്കത് സഹിക്കുക സാധ്യമല്ല, നമുക്കത് കൊണ്ടു നടക്കാൻ കഴിയില്ല. അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം. സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണേ റബ്ബേ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ എന്ന്. സലുല്ലാഹൽ ആഫിയ, അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണേ. ഒരു മനുഷ്യന് ഈമാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലുത് ആരോഗ്യമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള ആളുകൾ, അവർക്ക് ഈമാനുള്ള ആളുകൾക്ക് പിന്നെ കിട്ടേണ്ടത് ആഫിയത്താണ്. ആഫിയത്ത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹു നമ്മളെ ആഫിയത്ത് കൊണ്ട് അലങ്കരിക്കട്ടെ. നമ്മളെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങളെ അള്ളാഹു പരിഹരിക്കട്ടെ. നമ്മുടെ ബന്ധങ്ങളിലും അനുഭവങ്ങളിലും ഉള്ള വളരെ പ്രിയപ്പെട്ട എത്രയോ രോഗികളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ദുബൈയിലെ, കാശിഫ് എന്ന് പറയുന്ന സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ ഉമ്മ സുഖമില്ലാതെ ചികിത്സയിലാണ്. ദുആയിരക്കാനുള്ള വസിയത്തുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണേ പടച്ചവനെ, നീ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ ശിഫ നൽകണേ റബ്ബേ, പരിപൂർണമായി ശിഫ നൽകണേ റബ്ബേ. ഒരുപാട് രോഗികൾ, നമ്മുടെ റിയാസുണ്ട്, നമ്മുടെ പാപ്പിനിശ്ശേരി ഭാഗത്ത്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. ചെറുപ്പക്കാരനാണ്, വലിയ പ്രയാസങ്ങളിലാണ്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കൊന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിരിക്കല്ലേ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് 3 സ്വലാത്ത് ചൊല്ലി. സല്ലു അലൻ നബി, സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. شلي يقولوا اللهم صل على وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിൻ്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു നമ്മുടെ സ്വലാത്തുകൾ എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു ഇത് കാണിച്ചു കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇരിക്കണേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളോട് ചോദിച്ചു, നബിയേ അങ്ങയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ എനിക്ക് അങ്ങയോടൊരു സ്വകാര്യം പറയാൻ തോന്നുന്നു നബിയേ. പറഞ്ഞോളൂ ആയിഷ, പറഞ്ഞോളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും പറഞ്ഞു, ഞാനൊരു സ്വകാര്യം പറഞ്ഞോട്ടെ നബിയേ. പറഞ്ഞോളൂ ആയിഷ. 3 തവണ പറഞ്ഞു. എന്നിട്ട് പുണ്യ നബി പറഞ്ഞു, ആയിഷ നിങ്ങൾ ആമുഖങ്ങളില്ലാതെ പറഞ്ഞോളൂ. ഞാൻ എന്താണ് നിങ്ങൾ എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യണേ. അതായിരുന്നു ആയിഷ. ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ. അല്ലാഹുവേ ആയിഷക്ക് പുറത്തു കൊടുക്കണേ, ആയിഷക്ക് പുറത്തു കൊടുക്കണേ, ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണമേ. ആയിഷ ബീവി ചിരിക്കാൻ തുടങ്ങി, സന്തോഷിക്കാൻ തുടങ്ങിയപ്പോ
നിബിതങ്ങൾ ചോദിച്ചു, അസുരിർത്തി ആയിഷ ബീവി, നിങ്ങൾക്ക് സന്തോഷായോ? അതേ നബിയെ, സന്തോഷമായി. ആയിഷ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഏതൊരു രാത്രിയിലും ഏതൊരു രാവിലും എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു രാത്രി പോലും ആയിഷ എൻ്റെ ജീവിതത്തിലില്ല. നമ്മുടെ പ്രവർത്തകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരൂ. നമ്മുടെ പരിപാടിക്ക് നല്ല ചെലവുണ്ട്. നമുക്കിവിടെ റിലീഫ് പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സഹചാരിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ സഹായം വേണം. എല്ലാവരും ഇവിടെ തേൻകുപ്പി ഉണ്ടല്ലോ, ഒന്ന് കൊണ്ടു കൊടുക്കണ്ടേ? ഇൻഷാ അല്ലാഹ് മിനിമം ഒരു 100 ഏറെ കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കി. ഒരു 2000 കുപ്പികളുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്നാ ബക്കറ്റിനോട് അത് വയ്ക്കോട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്നാ നാളെ പരിപാടി ഇല്ലല്ലോ. തേങ്കുപ്പിക്ക് എന്ത് ചെയ്യും? ഇന്ന് കൊടുക്കണ്ടേ? അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് സ്വീകരിക്കണേ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു ഹദിയ കൊടുക്കുക. 100 റുപ്യയിൽ കുറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അത് മാത്രം കൊടുത്താൽ മതി. 100 റുപ്യ ഉണ്ടെങ്കിൽ ഒരു തേൻകുപ്പിയും കൂടെ വാങ്ങിച്ചു കൊടുത്തോളൂ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരണം ആ തേൻ വാങ്ങിക്കാൻ ചെലവുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടിയുടെ ചെലവിലേക്കും അത് കഴിഞ്ഞ് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ നമ്മുടെ നിർധനരായ രോഗികൾക്ക് ആവശ്യമായ അവശ്യ സാധനങ്ങളും ചികിത്സയും കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സന്തോഷത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നമ്മൾ ചെയ്യുന്ന സ്വതക്ക കൊണ്ട് അള്ളാഹു പരിഹരിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أعوذ بالله السميع العليم من الشيطان الرجيم. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم. عائشة ബീവി റളിയല്ലാഹു അൻഹ പുണ്യ നബിതങ്ങളോട് എനിക്ക് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്കൊരു അറിവല്ലാഹു നൽകിയത്. ഹബീബായ നബിതങ്ങൾ ഓരോ രാത്രിയിലും അല്ലാഹുമ്മഗ്ഫിർ ലി ഉമ്മത്തി, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ. ആയിഷ, എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഇപ്പൊ വന്നവരും ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്നവരുമായ എൻ്റെ ഉമ്മത്തികൾക്ക് മുഴുവൻ ഞാൻ ദുആ ചെയ്യാത്ത ഒരു രാത്രിയുമില്ല ആയിഷ എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, നമുക്ക് വേണ്ടി ദുആ ചെയ്ത നബിയ. നമ്മൾ ഇനി എത്ര സ്വലാത്ത് ചൊല്ലിയാലും ഹബീബിനോട് ചെയ്ത കടപ്പാട്, അവിടത്തോട് ചെയ്യേണ്ട കടപ്പാടിന്റെ 4-1 പോയിട്ട് 10-1, 100-1, 1000-1 നമുക്ക് ചെയ്യാൻ കഴിയോ? കഴിയൂല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ثم أنزل الله سكينته على رسوله وعلى المؤمنين. സത്യവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവിടുത്തെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് തന്നെയും അല്ലാഹു സമാധാനം ഇറക്കിക്കൊടുത്തു എന്ന് സൂറത്തു തൗബയിൽ അല്ലാഹു പറയുന്നു. 26-ാമത്തെ ആയത്ത്. ثم أنزل الله سكينته على رسوله وعلى المؤمنين. ഈമാനുള്ളവരെ അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. ഈമാൻ എന്നത് ഹൃദയം കൊണ്ട് മനസ്സുറച്ച് വിശ്വസിക്കലാണ്, നാവുകൊണ്ട് പറയലാണ്, നമ്മുടെ അവയവങ്ങളെ കൊണ്ട്, ശരീരങ്ങളെ കൊണ്ട്, അമല് കൊണ്ട് പ്രാവർത്തികമാക്കലാണ്. ഹൃദയം കൊണ്ട്, നാവുകൊണ്ട്, കർമ്മങ്ങളെ കൊണ്ട് എല്ലാം ഒരുമിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ശരിയായ മുഅ്മിനാകുന്നത്. ഈമാനിൽ നിന്ന് പടിയിറങ്ങിപ്പോകുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്ന അവസ്ഥകളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളുടെ യുവതലമുറയെ, വിശേഷിച്ച് വിദ്യാർത്ഥിനികളെ റബ്ബേ നീ കാത്തുകൊള്ളണമേ. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് ഉമ്മ ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ വരുന്നത് എത്ര വലിയ ദുരന്തമാണ്. അല്ലാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമയെ കാണിച്ചു തരട്ടെ. അവരൊക്കെ നല്ലവരായി ജീവിച്ചു കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ثم
അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. ബദർ യുദ്ധം നടന്നപ്പോ, പരിശുദ്ധമായ ബദർ യുദ്ധം നടക്കുമ്പോ അല്ലാഹു ചാറ്റൽ മഴ പെയ്യിച്ചു കൊടുത്തു സ്വഹാബികൾക്ക്. ചാറ്റൽ മഴ. തൊട്ടിപ്പുറത്ത് ശത്രുക്കളുണ്ട്. വഹും ബിൽ ഉദ്വത്തിൽ ഖുസ്വാ. ബദറിൽ ചെന്നാൽ കാണാൻ പറ്റും, ഒരു ചെറിയ താഴ്വരയുണ്ട്. ഇന്നത്തെ മസ്ജിദുൽ അരീഷിന്റെ മെഹ്റാബിന്റെ ഭാഗം അതാണ് ഉദ്വത്തു ദുനിയ, താഴ്ന്ന പ്രദേശം. അവിടെയായിരുന്നു സ്വഹാബിമാർ. അതിന് ഉയർന്നു നിൽക്കുന്ന മലയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുകൂടെ ശത്രുക്കൾ കടന്നു വരുമ്പോ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് സമാധാനമുണ്ടാവാൻ അല്ലാഹു അവരുടെ മേൽ അല്ലാഹു ചാലം മഴ ഇറക്കി കൊടുത്തു, ചാറ്റൽ മഴ. ഇത് യുഗശീകുമുല്ലാഹു അമന. അല്ലാഹു അത് മാത്രമല്ല, മുഅ്മിനീങ്ങൾക്ക് സമാധാനപ്പെടാൻ വേണ്ടി തൂങ്ങിയുറക്കം അല്ലാഹു നൽകിയെന്ന് മഹാനായ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരുടെ വിജയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ. തൂങ്ങിയുറക്കം. ഉറക്കം വരാതിരിക്കുന്നത് ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ്, ഖൽബ് റിലാക്സ് ആകുമ്പോഴേ ഉറങ്ങാൻ കഴിയുള്ളൂ. ഒരു യുദ്ധം നടക്കുമ്പോ അതും 1000-ലേറെ വരുന്ന ശത്രുക്കൾ, 313 സ്വഹാബിമാർ പൊട്ടിപ്പൊളിഞ്ഞ വാളുമായി, മുനയൊടിഞ്ഞ കുന്തങ്ങളുമായി, കുതിരകളില്ലാതെ ഏതാനും ആളുകൾക്ക് മാത്രം സഞ്ചരിക്കാനുള്ള ഒട്ടകങ്ങളുമായി വന്ന ആ ഒരു ചെറു സംഘമാണ് ബദറിൽ ഉണ്ടായിരുന്നത്. പുണ്യ നബിയാണ് പറഞ്ഞത്, റബ്ബേ അല്ലാഹുവേ, ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസ്വാബതു ഫലൻ തുഅബദ ഫിൽ അർളി അബദാ. റബ്ബേ, ഈ ചെറു സംഘമെങ്ങാനും ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോയാൽ നിനക്ക് വേണ്ടി അല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറയാൻ റബ്ബേ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല റബ്ബേ. അതുകൊണ്ട് ചെറുസംഘത്തെ രക്ഷിക്കണേ, ഈ മുഅ്മിനീങ്ങളുടെ കൂടെ നിൽക്കണമേ. ശത്രുക്കളെങ്ങാനും ഇവരെ നിരംപരിശാക്കുകയാണെങ്കിൽ അല്ലാഹുവേ, നിനക്ക് സുജൂദ് ചെയ്യാൻ ഒരു മുഖവും ഒരു നെറ്റിത്തടവും ഉണ്ടാകില്ല റബ്ബേ എന്ന് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്ത രംഗമാണ് ബദറിന്റെ രംഗം. ആ നേരം സ്വഹാബിമാർ പതറിയില്ല. അവർക്കറിയാം, ഇമ്മാ ഷഹാദ വ ഇമ്മാ ജന്ന. ഒന്നുകിൽ ഇത് രക്തസാക്ഷിത്വമാണ്, സ്വർഗമാണ്, അതല്ലെങ്കിൽ നജാഹൻ വ ഗനീമ, അല്ലെങ്കിൽ വിജയമാണ്, ഗനീമത്താണ്. ഒന്നുകിൽ ഇത് ഷഹാദത്തും സ്വർഗവുമാണ്, ഉടനെ തന്നെ ലഭിക്കുന്ന സ്വർഗമാണ്, അതല്ലെങ്കിൽ ഇത് വിജയമാണ്, ഗനീമത്താണ്. ഇതിൽ അവർക്ക് ഉറപ്പാണ്. ഗനീമത്ത് കിട്ടാൻ മാത്രമുള്ള ഒരു സംഘബലം മുഅ്മിനീങ്ങൾക്കില്ല. എന്നാൽ ഖൽബിന്റെ ഉള്ളിൽ ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ നേതാവ് ആകാശ ലോകത്ത് നിന്ന് വഹി വരുന്ന നബിയാണ്. ഞങ്ങളുടെ നേതാവ് അല്ലാഹു ഇസ്റാഉം മിഅ്റാജും നടത്തിയ നബിയാണ്. ഞങ്ങളുടെ നേതാവിനാണ് അല്ലാഹു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന വിശുദ്ധ വചനങ്ങൾ ഇറക്കി, ഖുർആൻ ഇറക്കി കൊടുത്തത്. ആ റസൂൽ ഒരിക്കലും പതറുകയില്ല, ആ റസൂൽ പരാജയപ്പെടുകയില്ല. ആ ഹബീബിന്റെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. സഅദ് എന്നവരോട് ചോദിച്ചു, സഅദേ, നബി തങ്ങൾ അവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു, മാ തുശീറൂന അലയ്യ, സ്വഹാബികളെ എന്താ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? മുഹാജിറുകൾ പറഞ്ഞു, നബിയേ, അങ്ങ് എവിടെയുണ്ടോ അങ്ങയുടെ കൂടെ ഞങ്ങളുണ്ട് നബിയേ. അങ്ങ് എങ്ങോട്ട് വിളിച്ചാലും ഞങ്ങൾ അങ്ങോട്ടുണ്ട് നബിയേ. അങ്ങയുടെ കൂടെ ഞങ്ങളുണ്ട്. ഇബ്രാഹിം, മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് ബനു ഇസ്രായേലുകൾ ഒരു യുദ്ധം നടക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദബില്ലാതെ, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസ നബിയെ, നിങ്ങളും പടച്ചോനും പോയിട്ട് യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ ബനു ഇസ്രായേലുകൾ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ പറയില്ല നബിയെ, ഞങ്ങൾ പറയും. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ വഇന്നാ മഅകുമാ ലമുഖാതിലൂൻ.
നബിയെ, അല്ലാഹും അങ്ങും ഞങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഞങ്ങളുമുണ്ട് നബിയെ എന്ന് ഖുറൈശികളുടെ മക്കക്കാരുടെ പ്രതിനിധികളായ മുഹാജിറുകളായ സ്വഹാബിമാർ പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾക്ക് കേൾക്കേണ്ടത് അൻസ്വാരികളുടെ മറുപടിയാണ്. അൻസ്വാരികൾ എന്തേ പറയാത്തത്? തങ്ങൾ ചോദിച്ചു, സഅദ് എവിടെ? സഅദ് ഇബ്നു മുആദ് എവിടെ? സഅദ് ഇബ്നു ഉബാദ എവിടെ? സഅദ് ഇബ്നു അബീ വഖാസ് എന്നിവരെവിടെ? ഞങ്ങളിതാ നബിയെ, ഈ ബദറിൽ നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? പുന്നാര നബിയെ, ഞങ്ങളുടെ സഹോദരങ്ങളായ മുഹാജിറുകൾ പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വല്ലാഹി ലഇൻ ഖുൽത മഅനാ ബഹ്റൻ ലഖുദ്നാ മഅക. ഒരു കടലിലേക്കാണ് ഞങ്ങളോട് ഓടാൻ പറഞ്ഞതെങ്കിൽ കടൽ വെള്ളത്തിലേക്ക് തിരമാലകളുടെ വലുപ്പ ചെറുപ്പങ്ങൾ നോക്കാതെ ഞങ്ങൾ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടും നബിയേ. ഇത് പറഞ്ഞപ്പോ ഹബീബായ തങ്ങളുടെ മുഖത്ത് സന്തോഷായി. എന്താണ് ആ ഈമാൻ? നബിയെ, അങ്ങ് എന്താണോ ഞങ്ങളോട് പറയുന്നത്, ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട്. ثم أنزل الله سكينته على رسوله وعلى المؤمنين. ആ ഈമാൻ കൊണ്ടാണ് ഈ ഉമ്മത്തിന് വിജയങ്ങൾ ഉണ്ടായത്. ആ ഈമാൻ കൊണ്ടാണ് ഉമ്മത്തിന് അല്ലാഹു ഫത്ഹുകൾ നൽകിയത്, വിജയങ്ങൾ നൽകിയത്. സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലം കുരിശ് യോദ്ധാക്കൾക്കെതിരെ യുദ്ധം നടക്കുമ്പോ, ക്രൂസൈഡ് വാർ നടന്നുകൊണ്ടിരിക്കുമ്പോ സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു തആല അൻഹു തന്റെ ഗുരുനാഥനിൽ കണ്ടുപഠിച്ച മാതൃകയായിരുന്നു. നൂറുദ്ദീൻ സംഗിയെ കണ്ടുപഠിച്ച മഹാനാണ് സ്വലാഹുദ്ദീൻ അയ്യൂബി തങ്ങള്. മഹാനവറുകൾ ടെന്റിന്റെ അരികിലൂടെ കടന്നു പോകും. രാത്രി സമയത്ത് ഏതെങ്കിലും ഒരു ടെന്റിന്റെ അകത്ത് നിന്ന് വിശുദ്ധമായ ഖുർആൻ ഓതുന്ന പാരായണത്തിന്റെ മധുരമായ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോയിട്ട് ഒരൽപ്പം പോയി കിടന്നുറങ്ങും. ഇൻഷാ അല്ലാഹ് എന്റെ സൈന്യത്തിൽ അള്ളാഹുവിന്റെ വചനങ്ങൾ ഓർത്ത് അള്ളാഹുവിന്റെ വചനങ്ങൾ തിലാവത്ത് ചെയ്യുന്ന, പാരായണം ചെയ്യുന്ന മുഅ്മിനീങ്ങൾ എന്റെ യോദ്ധാക്കളിലുണ്ട്. അത് മതി, എനിക്ക് വിജയം ഉറപ്പാണ്. അവരെ കൊണ്ടാണ് ഈജിപ്തിലേക്കും ഫലസ്തീനിലേക്കും ഷാമിലേക്കും തുർക്കിയിലേക്കും മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി തആല അലൈഹി കടന്നുപോയത്. ആയുധത്തിന്റെ ബലത്തിലല്ല, അവരോതുന്ന ഖുർആൻ നോക്കിയിട്ടാണ്. രാത്രികാലങ്ങളിൽ ഉറങ്ങാതിരുന്ന് ഖുർആൻ ഓതുന്ന ടെന്റുകൾ കണ്ടാൽ മഹാനവറുകൾ അവിടെ തിരിച്ചു പോരും. എന്നിട്ട് ഒരല്പനേരം പോയി വിശ്രമിക്കും. അതുവരെ വിശ്രമമില്ല. നാളെ വിജയമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് തന്റെ അനുയായികളുടെ ഖുർആൻ പാരായണം കേൾക്കുമ്പോഴാണ്. അതുകൊണ്ട് മുഅ്മിനുകളെ, സഹോദരിമാരെ, നമ്മുടെ വീടുകളിലേക്ക് ആ പഴയ സൗന്ദര്യം തിരിച്ചു വരണം. മഗ്രിബായാൽ മക്കളെ മുസ്ഹഫ് എടുക്കണേ, ഓതണേ. വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, വല്യമ്മമാർക്ക്, മക്കള് ആൺകുട്ടികളും പെൺകുട്ടികളും വീട്ടുകാരും ഒരുമിച്ചിരുന്ന് യാസീൻ ഓതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി ഒരു ചെറുതായൊരു ദുആ, പാപ്പയോ ആങ്ങളെയോ മുതിർന്നവരോ ഉമ്മയോ ഒരു ചെറിയ ദുആ ചെയ്ത്, എന്നിട്ട് മക്കള് മദ്രസ പുസ്തകങ്ങൾ പഠിക്കുന്നു, എന്നിട്ട് അവർ സ്കൂൾ പഠിക്കുന്നു, മറ്റു വിഷയങ്ങൾ അവര് ഹോംവർക്ക് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാൽ അതിന്റെ ആരംഭം മഗ്രിബ് കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞ് വിശുദ്ധ ഖുർആൻ പാരായണമാണ്. ആ ഒരു നന്മ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ വീടുകളിൽ സന്തോഷമുണ്ടാകുന്നത്. വീടിന്റെ ഹൈറ്റോ റബ്ബിന്റെ വലുപ്പമോ വീട്ടിൻ ഉള്ളിൽ കിടക്കുന്ന ഫർണിച്ചറോ കൊണ്ടല്ല അല്ലാഹു സമാധാനം നൽകുന്നത്. അല്ലാഹു സമാധാനം നൽകുന്നത് റബ്ബിനെ ഓർക്കുന്ന വീടുകളിലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹൃദയങ്ങളിൽ അല്ലാഹു നൽകുന്ന വെളിച്ചമാണ് വീടിന്റെ വെളിച്ചം. ഹൃദയങ്ങൾക്ക് വെളിച്ചം വേണമെങ്കിൽ ആ ഹൃദയങ്ങൾക്ക് അല്ലാഹുവിന്റെ കലാമുമായി ബന്ധം വേണം. ഓതണം, ഖുർആൻ പാരായണം കേൾക്കണം, പാരായണം ചെയ്യണം, പാരായണം ശ്രദ്ധിക്കണം. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു യമനിയായ അബൂ മൂസൽ അശ്അരി തങ്ങളെ മദീനയിലേക്ക് വന്നപ്പോ യമനികളായ ഒരുപാട് അശ്അരികൾ കൂടെയുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അശ്അരികളെ, നല്ല ഇഷ്ടമായിരുന്നു. പുണ്യനബി തങ്ങൾ പറയും, സൈന്യം കൂട്ടം കൂട്ടമായി യാത്ര പോകുമ്പോൾ
അവരെല്ലാം ക്യാമ്പ് ചെയ്യുമ്പോൾ ഓരോരോ കുടുംബവും അവരവരെ ഓരോരുത്തരും ടെന്റ് വെച്ച് കെട്ടും, ബന്ധുക്കൾ അടുത്തടുത്തായിട്ട്. അശ്അരികൾ യമനികളാണ്, അവർ മക്കക്കാരോ മദീനക്കാരോ അല്ല, യമനികളാണ് അശ്അരികൾ. അവരുടെ നേതാവാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. നബി ഞങ്ങൾ പറയും, ആയിരക്കണക്കിന് ടെന്റുകൾ മരുഭൂമിയിൽ നിങ്ങൾ ടെന്റ് കെട്ടിയാലും ഇതിൽ അശ്അരികളുടെ ടെന്റുകൾ ഏതാണ് എന്ന് എനിക്കറിയാൻ പറ്റുമെന്ന് തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബിമാര് മുഴുവനും അത്ഭുതപ്പെട്ടു പോയി. നബിയേ, രാത്രി എല്ലാവരും ഉറങ്ങുമ്പോ എങ്ങനെയാണ് അശ്അരികളുടെ ടെന്റുകൾ അങ്ങ് തിരിച്ചറിയുന്നത് ഇരുട്ടത്താണെങ്കിലും? തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ഇന്ന ലഹും ദവിയൻ കദവിയിൻ നഹൽ മിൻ ഖിറാഅത്തിൽ ഖുർആൻ. രാത്രികാലങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ പോലും അശ്അരികളുടെ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതുന്ന പാരായണം കേൾക്കാൻ കഴിയുമായിരുന്നു. ഖുർആൻ ഓതുമ്പോൾ തേനീച്ചകളുടെ മൂളക്കം പോലെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ ഒരു മധുരിമ അശ്അരികളുടെ ടെന്റുകളിൽ നിന്ന് ഞാൻ കേൾക്കാറുണ്ട്. അന്നേരം ഞാൻ അറിയും ഇത് അശ്അരികളാണ്. അതങ്ങനെ തന്നെയായിരുന്നു. ഈ ഒരു ഹദീസ് കേൾക്കാൻ അബൂ മൂസൽ അശ്അരി തങ്ങളോട് എത്ര യമനികളാണ് ചോദിച്ചു വന്നിരുന്നത്. സ്വഹാബികളായവര്, അബൂ മൂസ, ആ ഹദീസ് ഒന്ന് പറയണേ, അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ ടെന്റുകളെ തിരിച്ചറിയും എന്ന് പറഞ്ഞ ഹദീസ് എങ്ങനെയായിരുന്നു ഒന്ന് ചൊല്ലിത്തരണേ എന്ന് അബൂ മൂസ റളിയല്ലാഹു അൻഹു കേട്ട, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു കേട്ട ആ മനോഹരമായ ഹദീസ് പിൻഗാമികൾക്ക് പകർന്നു കൊടുത്തിരുന്നു സ്വഹാബി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. തിരിച്ചറിയാൻ കാരണം ഖുർആൻ ഓതുന്നു. അപ്പൊ നമ്മുടെ വാഹനങ്ങളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൂടെ? വെറുതെ ഈ പാട്ടും ഇല്ലുമിനാറ്റി പാട്ടും ശൈത്താന്മാരെ പാട്ടൊക്കെ ഇട്ടിട്ട് എന്തിന്? നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അള്ളാഹു നൽകുന്ന മധുരമായ അള്ളാഹുവിന്റെ വചനം എത്ര മനോഹരമായി ഓതുന്ന കാരിയുകളുണ്ട്. ഒന്ന് യൂട്യൂബ് എടുത്ത ഖുർആൻ റെസൈറ്റേഷൻ അടിച്ചാൽ തന്നെ എത്ര മനോഹരമായ ഖിറാഅത്തുകളാണ്, എന്തോ ഒരു മധുരമുള്ള ഓത്തുകളാണ്. അതിന്റെ ഒരു സൂതിങ് സൗണ്ട് എന്തൊരു മനോഹരമാണ്. ഹൃദയങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്, ഒരു സമാധാനമുണ്ട്. ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു പക്ഷേ താൽക്കാലികമായ കുറച്ചു നേരത്തേക്ക് ഒരു ആശ്വാസം പോലെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം അങ്ങനെയാണോ? സമാഉൻ യസ്ലുക സവാബു, കേൾക്കുമ്പോൾ കൂലി കിട്ടുന്നതാണ് ഖുർആൻ. കേൾക്കുമ്പോൾ കൂലിയാണ്. ഒരു പെൻഡ്രൈവിലോ അല്ലെങ്കിൽ വല്ല AM സ്റ്റേഷനുകളോ ഖുർആനിന്റെ ഏതെങ്കിലും മറ്റു റേഡിയോ സ്റ്റേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു വെച്ചാൽ എന്തൊരു മനോഹരമാണ്. യൂട്യൂബ് എന്ന് കണക്ട് ചെയ്താൽ പോരെ. എന്തൊക്കെ സംവിധാനങ്ങൾ എന്നുണ്ട്. വെറുതെ നമ്മളൊരു യാത്രയിൽ ഇറങ്ങുകയാണല്ലേ. യാത്ര ഇറങ്ങുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ സംസാരിച്ചപ്പോഴേ ഞാൻ ഓർക്കുകയായിരുന്നു. തങ്ങൾ പറഞ്ഞു, മരണസമയത്ത് മരണം ആസന്നമാകുന്ന നേരത്ത് മൗത്ത് അടുത്തു വരുമ്പോൾ ഇബ്ലീസ് കൂസിനെ കാട്ടിടും. കൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ജഗ്, വെള്ളം. ദാഹിക്കുന്ന സമയത്ത് ഇബ്ലീസ് വെള്ളം കുടിക്കാൻ എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, ഞാൻ വെള്ളം തരാം. മനുഷ്യന് ദാഹം തോന്നുന്ന ദാഹമൗത്തത് കൂട്ടിടും എന്ന് പറഞ്ഞാൽ മരിക്കുന്ന നേരത്ത് ദാഹം കൂടും. ആ നേരത്ത് ഇബ്ലീസുൽ ലഈൻ കൂസിനെ കാട്ടിടും. കൂജ കൊണ്ടുവന്ന് കാട്ടിത്തരും, ഞാൻ വെള്ളം തരാം, പക്ഷെ ഞാനാണ് റബ്ബ് എന്ന് പറയണം. പടച്ചവനെ, അതുകൊണ്ട് ഇബ്ലീസുൽ ലഈനിന്റെ ശർറിന്ന് കാക്കേണമേ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു ആക്സിഡന്റിൽ മരിക്കുന്ന ആളോ ഈ വർത്താനം പറയാൻ നേരം ഉണ്ടാവും? അവിടെ പെട്ടെന്ന് മരിക്കാൻ, സഡൻ ആക്സിഡന്റ് നടക്കുകയാണ്. സംഭവിക്കൽ എന്തായിരിക്കും എന്നറിയോ? ആ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതും ഇബ്ലീസുൽ ലഈനിൻ്റെതായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവനിഷ്ടപ്പെടുന്ന പാട്ടുകളോ അവനിഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോകളോ അല്ലെങ്കിൽ സംസാരങ്ങളോ വാക്കുകളോ ഇത് കേട്ട് ആസ്വദിച്ചു പോകുന്നിടയിൽ മരിച്ചു. ആലോചിച്ച് നോക്കൂ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര വലിയ അപകടമായിരിക്കും അത്, എത്ര വലിയ ദുരന്തമായിരിക്കും അത്. എപ്പോഴും നമ്മളെ കാത്തിരിക്കുന്ന ഒരു മരണത്തിന് മുമ്പിലാണ് നമ്മളുള്ളത്. അത് എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് എന്ന് പോലും നമുക്കറിയില്ലല്ലോ. അതിൻ്റെ തൊട്ട് മുമ്പുള്ള സാഹചര്യം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതാണോ അല്ലയോ? നേരെമറിച്ച് നിങ്ങളൊരു നല്ല കാര്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്,
ഒരു നല്ലത് നിങ്ങൾ ശ്രദ്ധിച്ചും പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊരു വാല് കേൾക്കുന്നു, നിങ്ങളൊരു ബൈത്ത് കേൾക്കുന്നു, നിങ്ങളൊരു വിശുദ്ധ ഖുർആന്റെ തിലാവത്ത് കേൾക്കുന്നു, എന്തൊരു മനോഹരമായിരിക്കും അത്. ആ ഒരു മരണം അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ഖൈറായ ഒരു ഖാത്തിമത്തായിരിക്കില്ലേ? യാ അല്ലാഹ്, അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ, നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരായി മാറണം. ഇന്നത്തെ ഈ ഉമ്മത്തിന് വന്ന അപജയത്തിന്റെ പ്രധാന കാരണം അതാ. വ്യക്തികൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആനുമായി അടുക്കുന്നത് അകന്നുകൊണ്ടിരിക്കുകയാണ്, അടുക്കുന്നില്ല. ഖുർആൻ പള്ളിയിൽ ഓതുന്നുണ്ട്, ഉസ്താദ് ഓതുന്നുണ്ട്, മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ഓതുന്നുണ്ടോ, നമ്മൾ ഓതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം, അതിന്റെ അളവ് എത്രയാണ്? വളരെ കുറച്ചേ ഉള്ളൂ. ഇന്ന ഖൗമി വഖാല റസൂൽ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എൻ്റെ അനുയായികൾ എൻ്റെ ഖുർആൻ മഹ്ജൂറാ, ഉപേക്ഷിക്കപ്പെട്ടതാക്കി മാറ്റിയല്ലോ റബ്ബേ എന്ന് പുണ്യനബി അല്ലാഹുവിനോട് പരാതി പറയുന്ന ഒരു നേരമുണ്ട് ഖിയാമത്ത് നാളിൽ. എൻ്റെ ഖൗമ് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഖുർആൻ മാറ്റിവെച്ചു, ഖുർആൻ ഉപേക്ഷിച്ചു, ഖുർആൻ വേണ്ടെന്ന് വെച്ചു. അങ്ങനത്തെ ഒരു പരാതി അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോ നമ്മൾ ആയിപ്പോകുമോ അതിലെ പ്രതികൾ? നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ട് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച രാവിൽ സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന നേരം തന്റെ കുതിരയെ അടുത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞുണ്ട്. ഒരു റൂമും ഒരു കുതിരയുടെ സ്റ്റേബിളുമാണ് കൂടെയുള്ളത്. ഒരു വീട് അത്രയേ ഉള്ളൂ. ഒരു റൂമിൽ ഉസൈദ് തങ്ങളുണ്ട്, ഭാര്യയുണ്ട്, പിഞ്ചു കുഞ്ഞുണ്ട്, ഇപ്പുറത്ത് കുതിരയെ കെട്ടിയിട്ടിട്ടുമുണ്ട്. മഹാനവറുകൾ മനോഹരമായി ഖുർആൻ ഓതുമ്പോ കുതിര ചാടി കളിക്കാൻ തുടങ്ങി, മേലോട്ട് നോക്കാൻ തുടങ്ങി. മഹാനവറുകൾ ഖുർആൻ നിർത്തിവെച്ചു. ചുറ്റുവട്ടങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. വീണ്ടും ഖുർആൻ പാരായണം തുടങ്ങി. മഹാനായ ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയങ്ങ് ചാടാൻ തുടങ്ങി. ശക്തമായി ചാടുന്നു, മേലോട്ട് നോക്കുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. മഹാനവറുകൾ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. ആകാശത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായ ഒരു മേഘം താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ മേഘങ്ങളിൽ നിറയെ ദീപം തെളിയിച്ചു നിൽക്കുന്ന പോലെ സയ്യിദ് റളിയല്ലാഹു അൻഹു കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോൾ ആ മേഘം മേലോട്ട് 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 കയറി അപ്രത്യക്ഷമാകുന്നതാണ് കാണുന്നത്. നേരം പുലർന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഓടിച്ചെന്നു. യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ ഇന്നലെ സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോ എന്റെ കുതിര ചാടിക്കളിക്കുന്നത് കണ്ടപ്പോ ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കി നബിയേ. മനോഹരമായ വെളിച്ചം നൽകുന്ന വിളക്കുകൾ കത്തിച്ചു വെച്ച പോലെയുള്ള തുരുതുരാ നിറയെ വിളക്കുകളുള്ള ഒരു മേഘപടലം ഭൂമിയിലേക്ക് താഴ്ന്നു വന്നു നബിയേ. ഞാനത് നോക്കി നിന്നപ്പോൾ അത് മേലോട്ട് 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 പോയി അപ്രത്യക്ഷമായി നബിയേ. എന്തായിരുന്നു അത്? അല്ലാഹുവിന്റെ ഹബീബ് വിവരം കൊടുത്തു. ഉസൈദ് ഇബ്നു ഹുദൈറേ, നിങ്ങളുടെ ഖുർആൻ പാരായണം എത്ര മധുരമുള്ളതാണ്. നിങ്ങളുടെ മധുരമുള്ള ഖുർആൻ പാരായണം കേൾക്കാൻ തിൽക സകീന നസലത് ലിഖിറാഅതിക്. ഉസൈദ് ഇബ്നു ഹുദൈറേ, നിങ്ങളുടെ ഖുർആനിന്റെ പാരായണം കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകളും സമാധാനവും നിങ്ങളിലേക്ക് ഇറങ്ങി വന്നതായിരുന്നു. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നേരം പുലരുന്നത് വരെ നിങ്ങളെങ്ങാനും വെളിച്ചം വന്നതിന് ശേഷവും ആ പാരായണം തുടരുകയായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് മുഴുവൻ അത് കണ്ടുകൊണ്ട് കാണാൻ കഴിയുമായിരുന്നു. അത് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നതായിരുന്നുവെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനം അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതുമ്പോൾ വരുന്നതാണ്. സമാധാനം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ചൊല്ലുമ്പോൾ കിട്ടുന്നതാണ്. സമാധാനം അല്ലാഹുവിനെ ഓർക്കുമ്പോൾ കിട്ടുന്നതാണ്. വമൻ അറള അൻ ദിക്രി
فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى ومن أعرض عن ذكري അല്ലാഹു പറയുന്നു, എൻ്റെ സ്മരണയിൽ നിന്ന്, എൻ്റെ ദിക്റിൽ നിന്ന്, എന്നെ കുറിച്ച് ഓർക്കുന്ന സദസ്സുകളിൽ നിന്ന് ആരെല്ലാം മുഖം തിരിക്കുന്നുണ്ടോ ആ സദസ്സ് ഇതുപോലെ ഒരു ഫിസിക്കൽ സദസ്സായിരിക്കാം, ഒരു യൂട്യൂബിലോ മറ്റോ ഉള്ള ഒരു ക്ലിപ്പ് പോലെ ഒരു വെർച്വൽ സദസ്സായിരിക്കാം. ഏതായിരുന്നാലും അതെനിക്ക് വേണ്ട, അതെനിക്ക് കാണണ്ട, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞൊരു മുഅ്മിനായ മനുഷ്യൻ മുഖം തിരിക്കുകയാണെങ്കിൽ فإن له معيشة ضنكا സങ്കുചിതമായ ഇടുങ്ങിയ ജീവിതമായിരിക്കും അവർക്കുണ്ടാവുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ജീവിതം സങ്കുചിതമായ പിന്നെ എങ്ങനെ ജീവിക്കുക? വളാഖത അലൈഹിമുൽ അർളു ബിമാ റഹബത്. എത്രയോ വിശാലമായ ഭൂമി പോലും മനുഷ്യന് സങ്കുചിതമായി തോന്നും. അല്ലാഹു പറയുന്നു, എന്നെ ഓർക്കാതെ ജീവിക്കുന്നവർ, എന്നെ ഓർക്കണ്ട എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവര്, എന്റെ സ്മരണയിൽ നിന്ന് ഓടി മറയുന്നവർ, അല്ലാഹുവിനെ സംബന്ധിക്കുന്ന സദസ്സുകളിൽ ചെന്നിരിക്കാത്തവർ, ആ സദസ്സുകളെ ഇഷ്ടപ്പെടാത്തവർ, അവരുടെ മനസ്സുകൾക്ക് അല്ലാഹു സങ്കുചിതമാണ് നൽകുന്നത്, സങ്കുചിതത്വമാണ് നൽകുന്നത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. നാളെ പരലോകത്ത് കണ്ണുപൊട്ടന്മാരായി വരുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. അക്കൂട്ടത്തിലായിരിക്കും ഇവരും ഉണ്ടാവുക. അവർ അല്ലാഹുവിനോട് നാളെ പറയുമത്രേ, ഖാല റബ്ബി ലിമ ഹശർതനീ അഅമാ. എന്തുകൊണ്ടാണ് റബ്ബേ നീ എനിക്ക് കണ്ണു തരാതിരുന്നത്? ഭൂമിയിൽ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ, ഭൂമിയിൽ എനിക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ എന്തേ എന്നെ അന്ധനാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഖാല കദാലിക് അതത്ക ആയാതുനാ ഫനസീതഹാ. എന്റെ ദൃഷ്ടാന്തങ്ങൾ, എന്നെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ, എന്റെ വചനങ്ങൾ, എന്റെ ഖുർആൻ, എന്റെ ദിക്ർ, ഇതെല്ലാം നിനക്ക് ചൊല്ലിക്കേൽപ്പിക്കപ്പെടുമ്പോൾ ഫനസീതഹാ, നീ അതിനെ അങ്ങ് വിട്ടുകളഞ്ഞില്ലയോ, മുഖം തിരിച്ചു കളഞ്ഞില്ലയോ, വേണ്ടെന്ന് വെച്ചില്ലയോ? അതുപോലെ നിനക്ക് ഞാൻ ഇവിടെ കണ്ണ് വേണ്ടെന്ന് വെച്ചതാണ്. അതുകൊണ്ട് നിന്നെ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടതാണ്, നിനക്ക് ഞാനിവിടെ കണ്ണു തരുന്നില്ലെന്ന് അള്ളാഹുവിന്റെ വചനങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നന്ന നിധിയാണ് ഖുർആൻ എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അർഹമുർ റഹീമീനായ റബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പരിശുദ്ധമായ വചനങ്ങളെ, അല്ലാഹുവിന്റെ വചനങ്ങളെ റബ്ബ് തആല ആനാ അൽ-ലൈലി വഅത്റാഫൻ നഹാർ, രാവിലും പകലിലും ദിനേന ദിവസങ്ങളോളം ജീവിതത്തിന്റെ അവസാനത്തോളം അള്ളാഹുവിന്റെ വചനങ്ങളെ കൊണ്ട് നടക്കാനുള്ള ഭാഗ്യം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനേ. അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വെളിച്ചം നൽകണേ റബ്ബേ. അള്ളാഹുവേ ഞങ്ങളുടെ കൽബുകൾക്ക് നൂറ് നൽകണേ റബ്ബേ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രകാശത്തെക്കുറിച്ച് സൂറത്തുൻ നൂറിലെ
35-ാമത്തെ ആയത്ത് അള്ളാഹു വിശദീകരിക്കുന്നത് മുഅ്മിനായ ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഹൃദയത്തിന്റെ തെളിച്ചത്തെക്കുറിച്ചാണ്. ഹൃദയത്തിന്റെ ഒരു വെളിച്ചമുണ്ട്. ആ കൽബാണ് അള്ളാഹു നമുക്ക് നൽകേണ്ടത്. അതിനാണ് റബ്ബിനോട് ചോദിക്കേണ്ടത്, ഹൃദയം ശുദ്ധമാക്കി തരണേ റബ്ബേ. ആരോടും ഒരു വെറുപ്പില്ലാത്ത, ആരോടും പകയോ വിദ്വേഷമോ വൈരാഗ്യമോ തോന്നാത്ത, ഒരാളോടും അസൂയ തോന്നാത്ത, ഒരാൾക്കും ഒരു അറമ്പറ്റണേ എന്ന് ചിന്ത വരാത്ത, ഒരാളും നശിക്കണേ എന്ന് ഒരിക്കലും ആലോചിക്കാത്ത, എല്ലാവർക്കും നന്മ വരണേ, എല്ലാവരും രക്ഷപ്പെടണേ, എല്ലാവർക്കും റഹ്മത്ത് കൊടുക്കണേ, എല്ലാവരെയും രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന് ചിന്തിക്കുന്ന ഒരു ഖൽബ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയാണ്. അങ്ങനത്തെ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ് നിങ്ങൾ. ഉമ്മമാരെ, അങ്ങനെ ഒരു ഹൃദയം